സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും മഹത്വവും എന്നേക്കും ആമേൻ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് ഈ സെഷനിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. ഇന്ന് ഏപ്രിൽ 7, ഒന്നാമത്തെ വായനാഭാഗം, സംഖ്യാപുസ്തകം 24-25. നമ്മൾ ഇന്നലെ കണ്ടു, അവസാനമായിട്ട് പെയോർ മലയുടെ മുകളിൽ ബിലെയാമിനെ ബാലാക്ക് കൊണ്ടുപോകുന്നുണ്ട്, അവിടെ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്കി നമ്മൾ 24-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. 24-ാം അധ്യായം നോക്കുമ്പം ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിന് പ്രസാദം എന്ന് കണ്ടിട്ട് ഈ ബിലെയാം വീണ്ടും ശപിക്കാനുള്ള ശ്രമം നടത്താതെ അവിടെ വെച്ച് അവരെ അനുഗ്രഹിക്കുകയാണ്. അതായത് ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ബിലെയാമിൽ വരികയും ബിലെയാം ഒരു പാട്ട് പാടുകയുമാണ് ചെയ്യുന്നത്. ആ പാട്ടിൻ്റെ അവസാനം ഇസ്രായേലിനെ കുറിച്ച് പറയുന്നൊരു വാക്യമുള്ളത്, അവൻ സിംഹം പോലെ പതുങ്ങിക്കിടക്കുന്നു, ഒരു സിംഹി കണക്കെ തന്നെ 6 അവനെ ഉണർത്തും. ഇതാണ് ഒരു ഇസ്രായേലിനെ സംബന്ധിച്ചൊരു വാക്ക് പാടുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് പറയുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ച് തന്നെ, നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇതോടെ ആയപ്പോഴത്തേക്ക് ബാലാക്കിൻ്റെ കോപം ബിലെയാമിൻ്റെ നേരെ അങ്ങ് കൂടി. കൈ ഞെരിച്ച് ബിലെയാമിനോട്, എൻ്റെ ശത്രുക്കളെ ശപിപ്പാൻ നിന്നെ 3 പ്രാവശ്യം വിളിച്ചു, നീയോ ഇവരെ 3 പ്രാവശ്യം ആശീർവദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിൻ്റെ സ്ഥലത്തെ ഓടിപ്പോക്കാൻ, നിന്നെ ഏറ്റവും ബഹുമാനിപ്പാൻ ഞാൻ വിചാരിച്ചിരുന്നു, എന്നാൽ യഹോവ നിനക്ക് ബഹുമാനം മുടക്കിയിരിക്കുന്നു. അതിന് ബാലാക്ക് മറുപടിയും പറയുന്നുണ്ട്, ഗ്രഹം തിരച്ച് വെള്ളിയും പൊന്നും തന്നാലും യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഗുണമെങ്കിലും ദോഷമെങ്കിലും സമാധിയായി ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. യഹോവ അരുളി ചെയ്യുന്ന മാത്രമേ പറയുകയുള്ളൂ എന്ന് നിൻ്റെ അടുക്കൽ ആദ്യം അയച്ച ദൂതന്മാരോട് എന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതായിപ്പോൾ ഞാൻ എൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കലേക്ക്, എൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ പോകുന്നു എന്നാണ് അവിടെ പറയുന്നത്. നിനക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഭാവി കാലത്ത് ഈ ജനം നിൻ്റെ ജനത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞ് ആ കാര്യങ്ങളും കൂടെ അവിടെ വെച്ച് പറയുകയാണ്. മോവാബിനെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. മോവാബിന് സംഭവിക്കുന്ന കാര്യം, അത് കഴിഞ്ഞ് ഏദോമിന് സംഭവിക്കുന്ന കാര്യം, അമാലേക്യർക്ക് എന്ത് സംഭവിക്കുന്ന കാര്യം, ഇതെല്ലാം അവിടെ പറഞ്ഞു. പിന്നെ അവസാനം ബിലെയാം അവിടുന്ന് പുറപ്പെട്ടു പോയി. ബാലാക്കും അവർ രണ്ടുപേരും അവരുടെ പൊതുസ്ഥലത്തല്ലല്ലോ, രണ്ടുപേരും കൊട്ടാരത്തിൽ നിന്ന് മാറിയാണ് ബാലാക്ക് നിൽക്കുന്നത്. ബിലെയാമിൻ്റെ സ്ഥലത്തേക്കും പോയി, രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കും പോയി. 25-ാമത്തെ അധ്യായത്തിൽ വലിയൊരു പാതകം നടക്കുന്നുണ്ട്. അവിടെ അവർ താമസിച്ചിരുന്ന മോവാബ് ദേശത്ത്, ഇസ്രായേൽ വന്ന് താമസിക്കുകയാണല്ലോ, പാളയം അടിച്ചിരിക്കുകയാണ് മോവാബ് സമഭൂമിയിൽ. അവിടെ അടുത്തുള്ള മോവാബി സ്ത്രീകളുമായിട്ട് കൽപ്പന എന്താണ്? മറ്റുള്ള അന്യജാതികളിൽ നിന്ന് നിങ്ങൾ ഭാര്യമാരെ എടുക്കുകയോ നിങ്ങളുടെ പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുക്കുകയോ ചെയ്യരുതെന്നാണ്. ഇവിടെ മോവാബ് സ്ത്രീകളുമായിട്ട് കുറേ ഇസ്രായേൽ പുരുഷന്മാർ അവർ ഭാര്യമാരായിട്ട് എടുക്കുന്നു, അവരുമായിട്ട് ബന്ധപ്പെടുന്നതായിട്ട് കാണുന്നത്. എന്നിട്ട് അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാർക്ക് ബലികൾ കഴിക്കാനൊക്കെ ആയിട്ട് വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നൊരു ഭക്ഷണം കഴിച്ചു, അവരുടെ ദേവന്മാരെ പോയി നമസ്കരിച്ചു. അങ്ങനെ അവിടെ ഒരു വലിയ ദൈവവിരോധം, ദൈവത്തിന് പ്രസാദകരമല്ലാത്ത ദൈവകോപം ഇടയായി. ഒരു ബാൽപെയോറിനോട് ചേർന്ന്, ബാൽപെയോർ അവരുടെ ഒരു ദേവനാണ്, ബാൽപെയോറിനോട് ചേർന്നു യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. ആ ഉഗ്ര കോപം ഇസ്രായേലിനെ വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ തൂക്കിക്കൊല്ലാനായിട്ട് കൽപ്പന വന്നു. മോശെ ഇസ്രായേൽ ന്യായാധിപന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ ആളുകളിൽ ബാൽപെയോറിനോട് ചേർന്നവരെ കൊല്ലുവിനെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു 24,000 പേർ ബാധ കൊണ്ട് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ ബാധ മരിച്ചു പോകുന്ന സമയവും, ബാധ കൊണ്ട് ജനം മരിച്ചു പോകുന്ന ഏകദേശം ആ സമയത്തേക്ക് അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അവിടെ ഈ ബാൽപെയോറിനോട് ചേർന്നവരെ കൊല്ലുവിനെന്ന് പറയുന്ന സമയത്ത് കൂടാരത്തിൻ്റെ വാതിൽക്കൽ ജനമെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ബാധ സംബന്ധിച്ചും ഇങ്ങനെ കൽപ്പന വന്നത് സംബന്ധിച്ചുമൊക്കെ. അപ്പോഴാണ് അവിടെ ഈ എല്ലാ ജനവും കാണത്തക്ക രീതിയിൽ ഒരു ഇസ്രായേലിൻ ഒരു മിദ്യാന്യ സ്ത്രീയെ പാളയത്തിനകത്തേക്ക് കൊണ്ടുവരുന്നു. പാളയത്തിനകത്തേക്ക് അവൻ്റെ കുടിലിലേക്ക്, അവൻ്റെ കുടിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് കണ്ടിട്ട് അഹരോൻ്റെ മകനായ എലയാസറിൻ്റെ മകൻ ഫീനഹാസ് ഒരു കുന്തം എടുത്തുകൊണ്ട് പോയി രണ്ടിനെയും കൂടെ അവരുടെ അവിടെ ഇസ്രായേലിൻ്റെ പിന്നാലെ അന്തഃപുരത്തിലേക്ക് ചെന്നതാണ്. അപ്പോൾ അന്തഃപുരത്തിലേക്കെന്ന് പറയുന്ന കൂടാരം തന്നെ ആയിരിക്കും. ആ 2 എണ്ണത്തിനെയും കൂടെ ഒറ്റ കുത്തിൽ
രണ്ട് പേരെയും കൂടെ ഒരു കുത്തിൽ രണ്ട് ശരീരം കൊണ്ട് തുളച്ച് കയറത്തക്ക രീതിയിൽ, വയറ് തുളച്ച് കയറത്തക്ക രീതിയിൽ കുത്തി. അങ്ങനെ അവർ മരിച്ചുപോയി. അങ്ങനെ ഇസ്രായേൽ ജനത്തെ ബാധിച്ചുകൊണ്ടിരുന്ന ബാധ അങ്ങ് നിന്നു. അത് ദൈവത്തിന് പ്രസാദകരമായി എന്നാണ് നമ്മൾ വായിക്കുന്നത് താഴോട്ട്. അതിനു മുമ്പാണ് 24,000 പേര് മരിച്ചുപോയത്. ഞാൻ എൻ്റെ തീക്ഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് അഹരോൻ്റെ പുരോഹിതൻ്റെ മകനായ എലയാസിൻ്റെ മകൻ ഫീനഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീക്ഷ്ണതയുള്ളവനായി എൻ്റെ ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടുപോകുമാറാക്കിയിരിക്കുന്നു. ആകയാൽ ഇതാ ഞാൻ അവന് എൻ്റെ സമാധാന നിയമം കൊടുക്കുന്നു. അവൻ തൻ്റെ ജനത്തിനു വേണ്ടി തീക്ഷ്ണതയുള്ളവനായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചതുകൊണ്ട് അത് അവനും അവൻ്റെ സന്തതിക്കും നിത്യപൗരോഹിത്യത്തിൻ്റെ നിയമമാകുന്നതെന്ന് നീ പറയണം. അപ്പോൾ ഈ മിദ്യാന്യ സ്ത്രീയോട് കൊന്ന ആളിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവൻ്റെ പേര് സിമ്രി എന്നാണ്. ശിമയോൻ ഗോത്രത്തിലുള്ളവനായിരുന്നു. അവിടെ മിദ്യാന്യ ഒരു പ്രഭുവായിരുന്ന സാലുവിൻ്റെ ശിമയോൻ ഗോത്രത്തിൽ സാലു പ്രഭുവായിരുന്ന സാലു എന്ന് പറഞ്ഞ ഒരാളുടെ മകനായിരുന്നു. ഈ കൊസ്ബി എന്ന് പറയുന്നത് അവൾ മിദ്യാന്യ ഗോത്രത്തിൽ ജനാധിപനായിരുന്ന സൂര്യൻ്റെ മകളായിരുന്നു. മോശക്കാരല്ല രണ്ടുപേരും. അങ്ങനെ ദൈവം വേറൊരു കാര്യം അവിടെ പ്രധാന ഒരു കാര്യം പറയുന്നുണ്ട്. പെയോറിൻ്റെ സംഗതിയിലും പെയോർ നിമിത്തമുണ്ടായ ബാധയുടെ നാളിൽ കൊല്ലപ്പെട്ട അവരുടെ സഹോദരിയായ മിദ്യാന്യ സ്ത്രീ കൊസ്ബിയുടെയും സംഗതിയാലും മിദ്യാന്യർ നിങ്ങളെ ചതിച്ച് ഉപായങ്ങളാൽ വലിച്ചിരിക്കുക കൊണ്ട് നിങ്ങൾ അവരെ വലിച്ച് സംഹരിപ്പീൻ എന്ന് യഹോവ മോശയോട്. അപ്പോൾ ഇതിപ്പോൾ നോക്കിയിരിക്കണ്ട, തുടങ്ങിക്കൊള്ളുക യുദ്ധം. അവരെ സംഹരിക്കാനുള്ള പണി തുടങ്ങിക്കൊള്ളുക. കാരണം അല്ലെങ്കിൽ അവരിങ്ങോട്ട് വന്ന് അത് ചെയ്യും. കാരണം വെച്ചാൽ അവരുടെ ഒരു സ്ത്രീയാണല്ലോ, അവരുടെ ഒരു സഹോദരിയാണല്ലോ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കിനി തങ്ങൾ നശിച്ചു പോകും എന്ന് അറിഞ്ഞാൽ പോലും അവർക്കൊരു യുദ്ധത്തിന് പുറപ്പെടാതിരിക്കാനൊക്കെ ഒത്തില്ല. കാരണം അല്ലെങ്കിൽ ആ ജനത്തിനോട് എന്ത് സമാധാനം പറയും? ഒരു രാജ്യത്ത് ഒരു രാജാവ് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുവനെ മറ്റൊരു പുറത്ത് ജാതിക്കാരന് ഒരു കൂട്ടർ കൊന്നു കഴിഞ്ഞാൽ അവിടെ മിണ്ടാതിരുന്നാൽ അല്ല പോട്ടെന്ന് വിചാരിച്ചാൽ ആ ജനം തിരിഞ്ഞ് രാജാവിനെതിരെ തിരിയും. അപ്പോൾ അത് എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് മോവാബി യുദ്ധത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയതുകൊണ്ട് നിങ്ങൾ തുടങ്ങിക്കൊള്ളുക എന്നുള്ളതാണ് ദൈവം ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ വായനാഭാഗം സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായം. അതിൽ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്: കലഹത്തോടു കൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. വിശദീകരിക്കാനൊന്നുമില്ല. ആ വാക്യത്തിൽ വളരെ സ്പഷ്ടമായി തന്നെ ആ കാര്യം നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്ക് മനസ്സിലാകുന്നതാണ്. വേറൊരു വാക്യം എഴുതിയിരിക്കുന്നത്: വെള്ളിക്ക് പുടം, പൊന്നിന് മൂശ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ. ഇപ്പം വെള്ളി നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് പ്യുവർ വെള്ളിയായിട്ടല്ല. അതിനെ വെള്ളിയാക്കി എടുക്കണം. അതിലെ മാലിന്യങ്ങളൊക്കെ നീക്കണം. അതിലെ മാലിന്യങ്ങളൊക്കെ നീക്കി അതിനെ ഏറ്റവും ശുദ്ധമായതാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പുടം ചെയ്യുക എന്ന് പറയും. പൊന്നിനാണെങ്കിൽ പൊന്ന് ചെയ്യുന്നത് പൊന്നിൻ്റെ മൂശയിലാണ്. മൂശയിലിട്ടാണ് പൊന്നിനെ നല്ല തീയിൽ ആ മൂശയിൽ നിന്ന് പൊന്ന് പുറത്ത് വരത്തക്ക മാലിന്യങ്ങളെല്ലാം നീക്കി പൊന്ന് പുറത്ത് വരുന്നത് മൂശയിലിട്ടിട്ടാണ്. എന്നാൽ മനുഷ്യനെ ശോധന ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നത് യഹോവയാണ്. വെള്ളിക്ക് പുടമാണെങ്കിൽ പൊന്നിന് മൂശയാണെങ്കിൽ മനുഷ്യഹൃദയങ്ങൾക്ക് യഹോവയാണ് അവനെ ശുദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ ശോധന ചെയ്യുന്നതെന്നാണ്. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ പരിഹസിക്കുന്നു. അപ്പോൾ ദരിദ്രൻ്റെ സൃഷ്ടാവും നമ്മുടെ സൃഷ്ടാവും എല്ലാം ദൈവമായ യഹോവയാണ്. അപ്പം അങ്ങനെ ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ പരിഹസിക്കുന്നു. അതിപ്പം ഏത് മനുഷ്യനെയും നമ്മൾ ഉപദ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ വേദനിപ്പിക്കുമ്പോൾ അത് സൃഷ്ടാവിനെയാണ് വേദനിപ്പിക്കുന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ അവൻ്റെ സൃഷ്ടാവും നമ്മുടെ സൃഷ്ടാവും ഒന്ന് തന്നെയാണ്. ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കുകയില്ല. മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു. മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വയ്ക്കുന്നു. ഭോഷനെ 100 അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശാസിക്കുന്നത് അധികം ഫലിക്കും. ഞാൻ ചില വാക്യങ്ങളിലൂടെ അങ്ങ് പോവുകയാണ്. കലഹത്തിൻ്റെ ആരംഭം മട വെട്ടി വെള്ളം വിടുന്നത് പോലെ. അപ്പം ഒരു മട വെട്ടി വെള്ളം വിടുമ്പോൾ ആദ്യം ഇപ്പോൾ ഒരു മടയിൽ ലീക്കുണ്ടെന്ന് വെച്ചോളൂ. ലീക്ക് ആദ്യം ചെറിയ ലീക്കാണ്. ആ ലീക്ക് പിന്നെ വലിയ വെള്ളത്തിൻ്റെ ഒഴുക്കായി പോവും.
അല്ലെങ്കിൽ മട വെട്ടി വെള്ളം വിടുമ്പം ആ കെട്ടി നിന്ന വെള്ളം വളരെ ശക്തിയോടെയാണ് പുറപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഈ കലഹത്തിൻ്റെ ആരംഭം അതുപോലെയാണ്. ആരംഭം കുഴപ്പമില്ലായിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് ഈ മട വെട്ടി വെള്ളം വിടുന്നത് പോലെ ആയിപ്പോൾ. അതുകൊണ്ട് കലഹമാകുന്നതിന് മുമ്പേ തർക്കം നിർത്തിക്കളെ. ബുദ്ധിമാനാണെങ്കിൽ സംസാരിക്കാനും തർക്കിക്കാനും. തർക്കം ഒരാളൊന്ന് പറയും, അയാളുടെ അപ്പുറത്ത് മറ്റേ ആൾ കയറ്റി പറയും, ഇപ്പുറത്ത് അതിനേക്കാളും കയറ്റി ഇപ്പുറത്ത് ആൾ പറയും. അങ്ങനെ ആരും തോറ്റു കൊടുക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് എന്ത് പറ്റും, അവസാനം വലിയ തർക്കത്തിലേക്കും വലിയ അടിയിലേക്കും വലിയ കലഹത്തിലേക്കും കൊലപാതകത്തിലേക്കും വരെ അത് ചെന്നെത്താം. അവർ തമ്മിൽ ഒരിക്കലും ചേരാത്ത വിധം തമ്മിലുള്ള ശത്രുക്കളായി മാറാം. അതുകൊണ്ട് കലഹത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തർക്കം നിർത്തി കളയുക. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. അപ്പോൾ സഹോദരനെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാന കാര്യം, സഹോദരൻ തൻ്റെ സഹോദരന് വേണ്ടി ജീവനെ കളയും. സ്നേഹിതൻ അങ്ങനെയാണല്ലോ, സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കും. ക്രിസ്തു ചെയ്തത് ആ സഹോദരൻ ചെയ്ത കാര്യമാണ്. അങ്ങനെയാണ് സഹോദരനായത്. സ്നേഹിതൻ ആയിരുന്ന ക്രിസ്തു ആ സ്നേഹിതന് വേണ്ടി തന്നെ ജീവനെ കൊടുത്തപ്പോൾ ആ ജീവൻ ആർക്ക് വേണ്ടി കൊടുത്തോ ആ കൊടുത്തവനും ഈ ജീവൻ കൊടുത്തവനായ ക്രിസ്തുവും തമ്മിൽ സഹോദരന്മാരായി തീരുന്ന കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളെല്ലാം ക്രിസ്തുവിന് സഹോദരന്മാരായി തീർന്നത് ക്രിസ്തു അങ്ങനെ ഒരു ജീവൻ കളയാൻ തയ്യാറായതുകൊണ്ടാണ്. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ദുഷ്ടൻ ന്യായത്തിൻ്റെ വഴികളെ മറിക്കേണ്ടതിന് ഒളിച്ചു കൊണ്ടുവരുന്ന സമ്മാനം വാങ്ങുന്നു. അപ്പം അങ്ങനെ വാങ്ങിക്കരുതെന്നാണ്. അതായത് അന്യായമായി ലഭിക്കേണ്ടതൊന്നും അന്യായമായി നമ്മൾ വാങ്ങിക്കരുത്, ന്യായമായിട്ടുള്ളത് മതി എന്ന് വെക്കണം എന്നുള്ളതാണ്. അത് അവസാനത്തിലേക്ക് വരുമ്പോൾ വാക്ക് അടക്കി വെക്കുന്നവന് പരിജ്ഞാനമുള്ളവൻ. അത് ഈ കലഹത്തിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. വാക്കടക്കി വെക്കുന്നതാണ് നല്ലത്. അത് ബുദ്ധിമാൻ്റെ, വിവേകമുള്ളവൻ്റെ, പരിജ്ഞാനമുള്ളവൻ്റെ ലക്ഷണമാണ്. ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെയാണ്. അവൻ്റെ ബുദ്ധി മറ്റൊരാൾക്ക് മനസ്സിലാവും. അവൻ മിണ്ടായിരിക്കുന്നുണ്ട്, ഇത്രയും പറഞ്ഞിട്ടും നാണമുണ്ടോ ഇവനെന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയും. പക്ഷെ അവൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ടോ ആയിരിക്കും ഇരിക്കുന്നത്. അവൻ ബുദ്ധിമാനാണ്. മിണ്ടാതിരുന്നാൽ ഭോഷനെ പോലും ജ്ഞാനിയായി എണ്ണും. അധരം അടച്ചു കൊണ്ടാൽ വിവേകിയായി എണ്ണും. അപ്പം ഭോഷനാണ്, തുറന്നാൽ ഭോഷത്തരമേ പറയുള്ളൂ, തെറ്റിന് വഴി നടക്കുകയാണ്. പക്ഷെ അവൻ മിണ്ടാതിരിക്കുകയാണെന്ന് വെച്ചാൽ ആ ഭോഷനെ പോലും അവൻ ജ്ഞാനിയായിട്ട് ആളുകൾ വിചാരിക്കും. അധരം അടച്ചു കൊണ്ടാൽ വിവേകിയായിട്ടും എണ്ണും എന്നാണ്. അപ്പോൾ ഈ അധരം നേരെ ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കുകയും, ഈ തമിഴിൽ ഈ പേച്ചിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുന്ന ഒരു ചെറിയൊരു കവിതയുണ്ട്. അത് ഏതൊരു തിരുവള്ളൂർ പോലെ ആരുടെയോ ഒരു വലിയ കവിതയുടെ കണ്ടൊരു പോർഷനാണെന്നാണ് തോന്നുന്നത്. അതിൽ ഈ സംസാരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം സംസാരിക്കാതിരിക്കുന്നാലും നല്ലത് എന്ന് പറയുന്നൊരു ഭാഗം. എനിക്കതിൻ്റെ കൃത്യമായിട്ട് നേരത്തെ അറിയാമായിരുന്നു ഇത് മുഴുവൻ, ഇപ്പോൾ എനിക്കറിയില്ല. അത് പേശാമിരുന്നാലും നല്ലതെന്ന്, അതായത് മിണ്ടാതിരുന്നാലും നല്ലത്. ഇപ്പം അറിഞ്ഞ് പേശണം. സഭയിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. കുറേ ഈ സംസാരിക്കുന്നതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയും. പേശാമിരുന്നാലും നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് അവസാനം ഇരിക്കുന്നതും നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നാക്കിനെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് ഇതിനകത്തും ഈ അധ്യായത്തിൽ നമുക്ക് ചില വാക്യങ്ങളിലൂടെ ലഭിക്കുന്നു. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നത് വാക്കിലായതുകൊണ്ട് നാക്കിനെ അധരത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ വായനാഭാഗം എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-6 അധ്യായങ്ങൾ. 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത്: ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. നമ്മൾ ഈ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് അവരുടെ ഏറ്റവും വലിയ മോഡൽസ് എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. അതിലും രണ്ടുപേരെ വെച്ച് നോക്കുമ്പം അവരുടെ ഏറ്റവും വലിയ മോഡൽ അവരുടെ പിതാവാണ്. അപ്പം പിതാവ് ചെയ്യുന്ന പോലെയൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ മക്കളും ചെയ്യും. ചെറുപ്പകാലം നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ മോഡൽ
അപ്പനായതുകൊണ്ട് അപ്പൻ ചെയ്യുന്നത് പോലെയൊക്കെയും ഈ കുഞ്ഞുമക്കൾ ചെയ്യും, അനുകരിക്കും. ഇവിടെ വായിക്കുന്നത് എന്താണ്? ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിന്നാണ്. അപ്പം അങ്ങനെ നമ്മൾക്ക് ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ ദൈവത്തെ അനുകരിക്കുവാനാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ നമ്മൾ സ്നേഹത്തിൽ നടപ്പി. അപ്പോൾ ഒന്ന്, ദൈവത്തെ അനുകരിക്കണം. രണ്ട്, ക്രിസ്തുവിനെ പോലെ ജീവിക്കണം. ക്രിസ്തു എന്താ ചെയ്തത്? നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ആ സ്നേഹത്താൽ ദൈവത്തിന് തന്നെത്താൻ ഒരു സൗരഭ്യവാസനയായി. യാഗത്തിൽ അങ്ങനെയാണല്ലോ. യാഗത്തിൽ ആ യാഗത്തിൻ്റെ മണം, വിശുദ്ധ മൃഗങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ, ക്രിസ്തു വിശുദ്ധനായിരുന്നു, വിശുദ്ധ മൃഗങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ഉയരുന്ന പുക ദൈവത്തിന് പ്രസാദമാകുന്ന പോലെ ഇവിടെ ഈ യാഗത്താൽ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവും അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിന്. അപ്പം നമ്മൾ നമ്മുടെ ജീവനെ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുന്ന തരത്തിലുള്ള ജീവിതമാണ്. അത്രയും ഉയർന്ന ജീവിതം നയിക്കാനാണ് ക്രിസ്തു ജീവിച്ചതുപോലെ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. പിന്നെ പറയുന്നുണ്ട്, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത നടക്കരുത്. ദുർനടപ്പുകാരൻ അശുദ്ധൻ, വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്നും പറയുന്നുണ്ട്. വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. അപ്പോൾ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ സകല സൽഗുണവും നീതിയും സത്യവുമായ കാര്യങ്ങളുമായി. സത്യമെന്ന് പറഞ്ഞാൽ ദൈവിക സത്യങ്ങൾ. നമ്മൾ ദൈവം വചനത്തെ പുസ്തകത്തിൽ ഒന്ന് എഴുതിയിരിക്കുകയും നമ്മൾ വേറെ ഒന്ന് അറിയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നതല്ല. സത്യം എന്തെന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. സത്യം എന്താണ്? ഈ വചനം നമ്മളോട് പറയുന്ന സത്യം എന്താണ് എന്നുള്ള ആ സത്യമാണ്. അതൊക്കെയാണ് വെളിച്ചത്തിൻ്റെ ഫലം. എന്നിട്ട് താഴോട്ട് അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാണ്. അന്നേ പറയുകയാണ് അത് ദുഷ്കാലമാണ്. അപ്പോൾ ഇന്നിപ്പോൾ 2000 വർഷത്തോളം കഴിയുന്ന ഈ സമയത്ത് ആ ദുഷ്കാലത്തിൻ്റെ അളവ് എന്തുമാത്രം കൂടിയിട്ടുണ്ടാവുമെന്ന് നമ്മൾ ഊഹിക്കണം. അന്നേ പറയുകയാണ് ഇത് ദുഷ്കാലമല്ലോ, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിൻ്റെ വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പോൾ ഈ ക്രിസ്തു എങ്ങനെയാണോ ദൈവസന്നിധിയിൽ ഭയത്തോടെ ജീവിച്ചത്, അതുപോലെ ആ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ നമ്മളും അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. പിന്നെ ഇനി ക്രിസ്തുവിനെ ഭയക്കാൻ പറഞ്ഞാലും അതും ശരി തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും ന്യായം വിധിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് ക്രിസ്തുവിനാണ്, ദൈവമല്ല. ദൈവം നേരിട്ടല്ല ചെയ്യുന്നത്. അപ്പം ക്രിസ്തു ഭയന്നതുപോലെ ഭയന്ന് ജീവിക്കാനാണ് അതിൻ്റെ വാക്യം പറയുന്നതെന്ന് പറഞ്ഞാലും, ക്രിസ്തുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് പറഞ്ഞാലും രണ്ടും ശരി തന്നെ ആകാൻ കഴിയും. കാരണം വെച്ചാൽ രണ്ടിലും അതിനകത്ത് കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഭാര്യമാരോട് ഒരു ഉപദേശം. സ്വന്തം ഭർത്താക്കന്മാർക്ക് കർത്താവിന് കീഴടങ്ങുന്ന പോലെ കീഴടങ്ങാനാണ് ഭാര്യമാരോട് പറയുന്നത്. കാരണം ക്രിസ്തു സഭയുടെ തലയായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു എന്നാണ്. അപ്പോൾ ആ തലയെ സ്നേഹിക്കുക, തലയെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഭാര്യമാർക്കുള്ള കാര്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കണാചുളക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെന്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതാണ്. അപ്പം അതുകൊണ്ട് ഭർത്താക്കന്മാരോടും ഉപദേശമുണ്ട്. ഭാര്യമാരോടുള്ള ഉപദേശത്തിന് ശേഷം അവർ ഭാര്യമാരെ സ്നേഹിക്കാനും അവർ ഈ സ്നാനത്തെ സംബന്ധിച്ചുള്ളൊരു വലിയ കാര്യം കൂടെ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ഈ ജലസ്നാനം എന്ന് പറയുന്നത് വെറുതെ വെള്ളത്തിൽ മുങ്ങി എഴുന്നേക്കുന്നതല്ല, വചനത്തോടു കൂടി ജലസ്നാനത്തല്ല. അത് ഭാര്യമാരല്ല, ഭർത്താക്കന്മാരല്ല, എല്ലാവരും ആ സ്നാനപ്പെടുന്നവരെല്ലാവരും വചനത്തോടു കൂടി ജലസ്നാനത്താലാണ് സ്നാനപ്പെടേണ്ടത്. അല്ലാതെ ചുമ്മാ വെള്ളത്തിലിറങ്ങി നനഞ്ഞ് മേളിലേക്ക് കയറുന്ന വെറും ഒരു പ്രകടനമല്ല, പ്രക്രിയ മാത്രമല്ല. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
വചനത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് ഈ ജലസ്നാനം ചെയ്യുന്നത്. അതായത് വചനം പറയുന്നത് പോലെയുള്ള ജലസ്നാനം വേണം ചെയ്യാനെന്നുള്ളതാണ്. വചനത്തിന് വിരുദ്ധമായിട്ട് ഒരു ജലസ്നാനത്തെ ദൈവം അംഗീകരിക്കുന്നില്ല. വചനപ്രകാരമല്ലാത്ത ജലസ്നാനത്തെ ദൈവം അംഗീകരിക്കുന്നില്ല. വചനത്തിൽ എങ്ങനെയാണ് സ്നാനമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തിനു വേണ്ടിയാണ് സ്നാനമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ സ്നാനത്തിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സ്നാനം, എന്താണ് സ്നാനം, എന്തിനാണ് സ്നാനം, ആ സ്നാനത്തിൽ ഉൾപ്പെടുന്ന സ്നാനത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് മനസ്സിലാക്കി സ്നാനപ്പെടുമ്പോഴാണ് ആ സ്നാനം പൂർണ്ണമാകുന്നത്. അല്ലാതെ ഒരിടത്ത് നിന്ന് നമുക്ക് ഒരു രോഗസൗഖ്യം വന്നു, അല്ലെങ്കിൽ കടഭാരം മാറി, അതെനിക്ക് യേശുക്രിസ്തു ചെയ്തു തന്നതാണ് എന്ന് പറഞ്ഞിട്ട് സഭയുടെ മുതിർന്ന ആരെങ്കിലും, സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആൾ, അച്ഛനാകാം, പാസ്റ്ററാകാം, ആരോ ആയിക്കോട്ടെ, ആരെങ്കിലും പറയുകയാണ് സ്നാനപ്പെട്ടൂടെ, അപ്പം അവനെ സംബന്ധിച്ച് അവന് ദൈവം അല്ലെങ്കിൽ യേശു ഒരു കാര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അവൻ്റെ ഇതുവരെ എത്രയോ വർഷമായിട്ടുണ്ടായിരുന്നൊരു സംഗതി മാറി, അത് ദൈവം ചെയ്തതാണെന്ന് വിശ്വസിച്ചിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് അവൻ്റെ അവസ്ഥ. അപ്പോൾ അവനോട് പറയുകയാണ് സ്നാനപ്പെട്ടൂടെ, അവന് സ്നാനപ്പെടാമെന്ന് പറയാം. അവൻ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ സ്നാനപ്പെടലേക്ക് പോകുന്നത്? അവൻ ക്രിസ്ത്യാനിയാകുവാൻ അല്ലെങ്കിൽ സഭയാകുവാൻ, സഭയിലേക്ക് ചേരുവാനാണ് സ്നാനപ്പെടുന്നത്. അങ്ങനെ സ്നാനപ്പെട്ടാൽ മാത്രമേ അവൻ്റെ കല്യാണം നടത്തി കൊടുക്കുകയുള്ളൂ, അവൻ്റെ മക്കളുടെ വിവാഹം നടത്തി കൊടുക്കുകയുള്ളൂ, അവനവിടെ മരിച്ചാൽ അടക്കുകയുള്ളൂ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ സ്നാനപ്പെടണം. ഇതിനു വേണ്ടിയാണോ സ്നാനപ്പെടുന്നത്? അതോ വചനം എന്തിനു വേണ്ടിയാണോ സ്നാനപ്പെടാൻ പറഞ്ഞിരിക്കുന്നത്? സ്നാനത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? സ്നാനത്തിൻ്റെ പ്രതിഫലം എന്താണ്? സ്നാനത്തിൻ്റെ വ്യവസ്ഥ എന്താണ്? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ സ്നാനപ്പെടുന്നത്? വളരെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യമാണിത്. വളരെ പ്രാധാന്യമുള്ള പ്രസക്തമായ ഒരു ചോദ്യമാണിത്. ഇത് സ്നാനപ്പെട്ട എല്ലാവരും അവരവരുടെ സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. വചനത്തോടു കൂടി ജലസ്നാനത്താലാണോ ഞാൻ സ്നാനപ്പെട്ടതെന്ന്. അത് അങ്ങനെ ഭാര്യ ഭർത്താവ് ബന്ധത്തെ സംബന്ധിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് ആദമിൻ്റെ കാര്യവുമായിട്ട്, ആദം ഹവ്വയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അപ്പം ഇവിടെ ഈ സ്നാനപ്പെട്ട് ചേരുന്ന ആളുകൾ മറ്റെല്ലാത്തിനെയും വിട്ട് ക്രിസ്തുവിനോട് പറ്റിച്ചേരുകയാണ്. അപ്പോൾ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് ചേരുമ്പം ഒരു സഭയായി ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് സ്ത്രീയും പുരുഷനും എങ്ങനെയാണോ ഒരു ശരീരമായിത്തീരുന്നത്, അതുപോലെ ഒരു ശരീരമായിത്തീരുന്ന ഭാര്യയും ഭർത്താവുമായി ക്രിസ്തുവിൻ്റെ സഭയും മാറിത്തീരുന്ന ഒരു കാര്യത്തെക്കുറിച്ചും കൂടെ ആണ് ഇവിടെ അവസാനം പറഞ്ഞു നിർത്തുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാവും. 6-ാം അധ്യായം ഇവിടെ മക്കളോടുള്ള കാര്യം പറയും. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിലനുസരിപ്പിന്നാണ്. അപ്പോൾ കർത്താവിലുള്ളവൻ, മക്കളും കർത്താവിനുള്ളവർ, അതുപോലെ തന്നെ അമ്മയപ്പന്മാരും കർത്താവിൽ ഉള്ളവരും ആയിരുന്നാൽ മാത്രമേ അങ്ങനെ അനുസരിക്കാനൊക്കുള്ളൂ. അപ്പം മാതാപിതാക്കൾ ദൈവത്തിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ മാതാപിതാക്കൾ ഈ വിശ്വാസത്തിലല്ലാതിരിക്കുകയും മകൻ യഥാർത്ഥ ദൈവവിശ്വാസിയായിരിക്കുകയും ചെയ്യുമ്പോൾ ഈ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ കർത്താവിലുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മാതാപിതാക്കളെ അനുസരിക്കേണ്ട കാര്യവുമില്ല. അവർ ദൈവപരമായ കാര്യങ്ങളായിരിക്കില്ല പറയുന്നത്. ചിലത് അമ്പലത്തിൽ പോകാൻ പറയുന്ന ഒരു മാതാവിനോടും പിതാവിനോടും എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഒരു മകൻ അനുസരിക്കുന്നത്? അപ്പോൾ അത് അവിടെ ഈ ക്രിസ്തുവിൽ എന്ന് പറയുന്ന കാര്യത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ അമ്മയപ്പന്മാരെ ക്രിസ്തുവിൽ അല്ലെങ്കിൽ കർത്താവിൽ അനുസരിപ്പിക്കുന്ന അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അപ്പോൾ വാഗ്ദത്തം പറഞ്ഞുകൊണ്ട് പറയുന്ന ആദ്യത്തെ കൽപ്പനയാണ്. അത് നമ്മൾ കാണുന്നത് പുറപ്പാട് 20-ാം അധ്യായത്തിലാണ്. മോശെ 10 കൽപ്പനകൾ പറയുന്നതിലുള്ളതാണ്. അപ്പോൾ ഈ കൽപ്പനയ്ക്കകത്ത് വാഗ്ദത്തം കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വാഗ്ദത്തം വെച്ച ഒരു കൽപ്പനയാണ്, ആദ്യത്തെ കൽപ്പനയാണ് അമ്മയെ അപ്പനെ ബഹുമാനിക്കുക എന്നുള്ളത്. പിതാക്കന്മാരോട് പിന്നെ അവിടെ ഒരു കാര്യം പറയും, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുകയും. അപ്പോൾ കോപിച്ചാൽ എന്താ സംഭവിക്കുന്നത്? കോപിച്ചാൽ പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്
അതുകൊണ്ട് മക്കളെ കോപിപ്പിക്കരുത്. അവർ കോപം ചെയ്ത് പാപം ചെയ്യുവാൻ മാതാപിതാക്കളായി നിങ്ങൾ അതിനിടയാക്കരുതെന്നാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മനുഷ്യരെ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യനെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിക്കും. അപ്പം മനുഷ്യനെ സ്നേഹിക്കുന്നവരും മനുഷ്യനെ സന്തോഷപ്പെടുത്തുന്നവരുമായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, മറിച്ച് ദൈവത്തിന് സന്തോഷമുള്ളവരായി ജീവിക്കുക എന്നുള്ളത്. പിന്നെ ഈ യജമാന്മാരെ കുറിച്ച് പറഞ്ഞു, യജമാന്മാരെ കുറിച്ച്, അവരുടെ ജോലിക്കാരെ കുറിച്ച്, അപ്പോൾ ദാസനായിരിക്കുന്ന അല്ലെങ്കിൽ ജോലിക്കാരനായിരിക്കുന്നവരെ കുറിച്ച്, യജമാന്മാർ അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിയണമെന്നാണ്. അപ്പം അതുകൊണ്ട് തൻ്റെ കീഴിൽ ജോലിയിലായിരിക്കുന്ന തൻ്റെ ശമ്പളക്കാരനായിരിക്കുന്ന ദാസനോട് സൂക്ഷിച്ച് പെരുമാറണം. അതുകൊണ്ട് അവരോടുള്ള നന്നായി പെരുമാറുകയും ഭീഷണവാക്കൊക്കെ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവൻ. നമ്മുടെ കാര്യത്തിലൊന്നുമല്ല നമ്മൾ ശക്തിപ്പെടേണ്ടത്, നമ്മൾ കർത്താവിലും ദൈവത്തിലും ദൈവത്തിൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളണം. ഏതൊക്കെയാണ് സർവായുധവർഗം താഴെയോടെ പറയുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത്, അതിൻ്റെ കാരണം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല, സാധാരണ മനുഷ്യരോടൊന്നുമല്ല നമുക്ക് പോരാട്ടമുള്ളത്, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ലോകാധിപതിയോടും. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ ജനോപകരമായ പ്രവർത്തനങ്ങൾ നടത്തി ജനത്തിനു വേണ്ടി ഭരിക്കുന്ന രാജ്യങ്ങൾ വളരെ 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 കുറവാണ്. എല്ലാ രാജ്യങ്ങളിലെയും അധികാരത്തിലിരിക്കുന്ന ആളുകൾ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ജനത്തിന് ടാക്സും മറ്റു കാര്യങ്ങളും വെച്ച് ഞെരുക്കുകയും അവർ ടാക്സ് കൊടുക്കാതിരിക്കുകയും അവർ ചെറിയ 50 രൂപയുടെ കൈക്കൂലി മേടിക്കുന്നതിന് പിടിച്ച് ജയിലിടുകയും കോടാനുകോടി കൈക്കൂലി മേടിച്ച് അവരുടെ പാർട്ടി ഫണ്ടും അവരുടെ അവരുടെ വ്യക്തികളുടെ അക്കൗണ്ടിൽ അളവ് കൂട്ടുകയും ഒരു നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓടി മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയി ജീവിക്കേണ്ടക്കവണ്ണം സ്വിസ് ബാങ്കുകളുടെ അക്കൗണ്ടിൽ പൈസ ശേഖരിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവരാണ് ഈ ബഹുഭൂരിപക്ഷം അധികാരികൾ. അപ്പം അങ്ങനെയുള്ള ആ അധികാരങ്ങളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് ഇവിടെ അതിനുള്ള വഴി എന്ന് പറയുന്നത് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ആ പോരാട്ടം ജഡീകമായൊരു പോരാട്ടം കൊണ്ട് നമുക്ക് ജയിച്ചു വരാനും ഒക്കത്തില്ല. അവിടെ ദൈവാശ്രയത്തിൽ തന്നെ, അവിടെ ഈ സർവായുധ വർഗത്തിൽ ചില ആയുധങ്ങളെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് കെട്ടുന്നത് എന്താണ്? ബെൽറ്റല്ലേ കെട്ടുന്നത്. അരയ്ക്ക് ആ ബെൽറ്റിൻ്റെ സ്ഥാനത്ത് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിക്കും മാറത്ത്. ആ കവചം എന്ന് പറയുന്നത് നീതിയായിരിക്കണം നമ്മുടെ കവചം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിൻ്റെ ചെരുപ്പാക്കി. അപ്പോൾ ആ ഒരുക്കം കാലിൽ ചെരുപ്പിടുന്നുണ്ട്. പടയാളികൾ കാലിൽ നല്ല സ്ട്രോങ് ഷൂ ഇടുന്നു. ആ ഷൂ ആണ് സമാധാനത്തിലുള്ള സുവിശേഷം. എല്ലാറ്റിനും ഇത് ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം. അപ്പോൾ അത് വാളാണ്. പരിചയയുടെ സ്ഥാനത്താണ് വിശ്വാസം. എന്നിട്ട് രക്ഷ എന്ന ശിരസ്ത്രം, തലയിൽ വയ്ക്കുന്ന ഹെൽമറ്റിൻ്റെ രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവാൻ. അപ്പോൾ ദൈവവചനം വാളാണ്, വാളിൻ്റെ സ്ഥാനത്ത് ദൈവവചനം. ഇതാണ് നമ്മുടെ സർവായുധവർഗം. ഈ സർവായുധവർഗം എപ്പോഴും നമ്മൾ ധരിക്കണം. യുദ്ധമുണ്ടെങ്കിൽ യുദ്ധമില്ലെങ്കിൽ അത് എപ്പോഴും യുദ്ധം തന്നെയാണ്. യുദ്ധമില്ലാത്തൊരു കാലം ഇല്ല, യുദ്ധമുള്ള സമയമാണ് എപ്പോഴും. ആ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ അത് ഒരിക്കലും വാശിയോടെ അല്ല, മറിച്ച് ഇത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ശീലമാക്കി മാറ്റിക്കൊണ്ട് ഇതിലൂടെ നടക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ജയം നമുക്ക് ലഭിക്കുക. ജയം ലഭിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് വേറെ നമ്മൾ തളർന്നു പോവുകയോ വീണു പോവുകയോ നശിച്ചു പോവുകയോ ഒന്നും ചെയ്യില്ല. കാരണം ഇതിൻ്റെ പുറകിൽ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, വചനം, ദൈവത്തിൻ്റെ വചനം, ശിരസ്ത്രം, രക്ഷ ദൈവത്തിൽ നിന്ന്, എല്ലാം ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായതല്ല ഇതൊന്നും, ഇതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ സംരക്ഷണം അവിടെ ഉണ്ടാകും, യാതൊരു സംശയമില്ല. അവസാനത്തിലേക്ക് വരുന്നതിന് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നൊരു പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എന്തിനു വേണ്ടിയാണ്? ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം
പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കണം. അപ്പോൾ സംസാരമാണല്ലോ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രധാന ജോലി. ആളുകളോട് ഉപദേശിക്കുക, ആളുകളെ പ്രബോധിപ്പിക്കുക, ആളുകളെ ദൈവ സുവിശേഷം അറിയിക്കുക. ഇതാണ് ഈ പറച്ചിലും എഴുത്തും അതാണല്ലോ. എഴുത്തും കമ്മ്യൂണിക്കേഷനാണ്. ഈ കമ്മ്യൂണിക്കേഷനാണ് പൗലോസ് അപ്പോസ്തലൻ്റെ പ്രധാന പണി. അത് സംസാരിക്കുമ്പോൾ വായ തുറക്കുമ്പോൾ ശബ്ദമില്ല, എന്നൊക്കെ പറഞ്ഞിരുത്താൻ ഒക്കത്തില്ല. അപ്പോൾ സംസാരിക്കുമ്പോൾ തടസ്സം കൂടാതെ സംസാരിക്കണം. ആ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ മുത്തുകൾ അവിടെ വരണം. ഇത് സംഭവിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുമ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് എൻ്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനായ കർത്താവിൽ സുവിശേഷകനായ തിഹിക്കോസ് നിങ്ങളോട് വന്ന് ഇതൊക്കെ അറിയിക്കും. അപ്പോൾ തിഹിക്കോസിന് ഞാൻ അയക്കുന്നുണ്ട്. തിഹിക്കോസ് എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയും. അപ്പം തിഹിക്കോസിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അപ്പം എന്നിട്ട് എൻ്റെ കൺക്ലൂഷൻ ഇതാണ്: പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൃപയിരിക്കുമാറാകട്ടെ. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചും ക്രിസ്തുവിനെ സംബന്ധിച്ചും ഒക്കെ അവിടെ ക്രിസ്തുവിനെ ദൈവത്തെയും രണ്ടായിട്ട് തന്നെയാണ് അവിടെ പറയുന്നത്. അത് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോഴും ഈ ഒരു കാര്യം സത്യം അതിനകത്തുള്ളത് നമ്മൾ ഗ്രഹിച്ച് തന്നെ പോകണം. ദൈവം എന്ന് പറയുന്നത് ദൈവവും ക്രിസ്തു എന്ന് പറയുന്ന ക്രിസ്തുവും രണ്ട് വ്യക്തികളാണ്. അപ്പോൾ അതിനെ അങ്ങനെ തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. വചന പുസ്തകത്തിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പം യേശുക്രിസ്തു തന്നെ പറഞ്ഞ് ശിഷ്യന്മാരോട് പോയി പറയാൻ സ്ത്രീകളായിരിക്കുന്നവർ വരുമ്പോൾ അവരെ കാണുമ്പോൾ കല്ലറയുടെ മുമ്പ് വെച്ച് പറയുമ്പം അവിടെ ക്രിസ്തു തന്നെ പറയുന്നുണ്ട്: എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും ആയൻ്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്ന് എൻ്റെ ശിഷ്യന്മാരോട് പോയി പറയാനാണ്. എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും. അപ്പോൾ യേശുക്രിസ്തുവിനൊരു പിതാവുണ്ട്, സ്വർഗത്തിലൊരു പിതാവുണ്ടെന്നും ആ പിതാവാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവവും. അപ്പോൾ യേശുക്രിസ്തുവിനൊരു ദൈവമുണ്ട് എന്ന് പറയുന്നിടത്താണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതിന് ഇതിലെ എല്ലാ ലേഖനങ്ങളുടെ അവസാനവും ആദ്യവും ഉള്ള ഈ ആദ്യം അഭിസംബോധനയും അവസാനം എൻ്റെ കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുന്ന ആശംസയും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ സത്യത്തെ കൂടുതൽ നമ്മൾ ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം കൂടി തന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് വചനം വായിക്കാൻ ലഭിക്കുന്ന ഈ അവസരത്തെക്കാളും ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്ന സമയത്തെക്കാളും വലിയൊരു സമയം നമുക്കില്ല. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിച്ചും നേരത്തെ പറഞ്ഞതുപോലെ വചനവും അതുപോലെ തന്നെ പിന്നെ വിശ്വാസവും രക്ഷയും ഒക്കെ നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടായി ദൈവിക സർവായുധ വർഗ്ഗങ്ങൾ നമ്മളെപ്പോഴും സംരക്ഷിപ്പിക്കപ്പെടുവാനും തെറ്റുകളിലും കുറ്റങ്ങളിലേക്കും നമ്മുടെ നാക്ക് ഒക്കെയും വഴിതെറ്റിപ്പോകാനുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ സംരക്ഷിക്കേണ്ടതിനും ഈ ദൈവിക ആയുധങ്ങൾ നമുക്ക് ഉപകരിക്കട്ടെ എന്നുകൂടി സമയം പറഞ്ഞുകൊള്ളട്ടെ. നാളെ നമുക്ക് വീണ്ടും പുതിയ വായനാ ഭാഗങ്ങളോടുകൂടെ കാണാം. ദൈവത്തിൻ്റെ സംരക്ഷണയിൽ എല്ലാവരും ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ കേട്ടിരുന്ന താങ്കൾക്ക് എൻ്റെ പ്രത്യേക സ്നേഹവും നന്ദി അറിയിക്കുന്നു. നന്ദി.